നീലുട്ടന് ഒരു പൂച്ചേന്റെ മേക്കപ്പ് ചെയ്യാൻ പോവാണ് അല്ലേ നീലുട്ട? എന്തിന്റെ മേക്കപ്പ് ആണ്? അച്ഛനാണ്. ഓക്കെ, പൂച്ചേന്റെ മേക്കപ്പ്. എങ്ങനെ പൂച്ച സൗണ്ട് ഉണ്ടാക്കുക? പൂച്ച എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക? ഞാവുന്റെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഇവരാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ. അതെ, പൂച്ച. അപ്പൊ ഇവരാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ. അപ്പൊ അതിന്റെ ആ ത്രില്ലിൽ ഇരിക്കാൻ ഇപ്പൊ കണ്ടുപോയി നോക്കാൻ മേക്കപ്പിന്റെ സാധനങ്ങളിലേക്കാണ്. അപ്പൊ ഞങ്ങള് ഞാനും നിമിഷം ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ടാ തോന്നുന്നു ഇവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ. അതെ, അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അമ്മ നൂറുട്ടൊക്കെ കൊണ്ടുവരും ചുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ ലിബാമൊക്കെ ഇട്ടെടുത്തിട്ട് കണ്ടു വിടും. പിന്നെ ഐബ്രോ ഒക്കെ എഴുതുന്ന പോലെയൊക്കെ കാട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വിടും. പിന്നെ ഇടയ്ക്ക് പൊട്ടൊക്കെ തൊട്ടെടുക്കും നല്ല ഭംഗിയിൽ. ഓമ് അങ്ങനെയൊക്കെ, ഓമ് പിന്നെ ചന്ദനക്കൂരൊക്കെ നല്ല ഇട്ട അപ്പൊ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഇന്ന് ഒരു പൂച്ചേനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ? ഇന്നൊരു വീഡിയോ കണ്ടതാണ് ഞങ്ങള്. അപ്പൊ അവന് അമ്മ പൂച്ച എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയാനായിട്ടില്ല. അങ്ങനെ ഓരോരോ വാക്ക് വെച്ചിട്ട് അവൻ പറയുന്നത് വെച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കണം നമ്മൾ കുറെയൊക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ പൂച്ചേനെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അതിന് കുറച്ച് സാധനങ്ങൾ മതി. പൗഡർ, ഐലൈനർ, ബ്രഷ്, ഒരു ഐഷാഡോ. ഈ ബേബി പൗഡർ കാണാനില്ല. അപ്പൊ ഞാൻ അമ്മേന്റെ പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഞാൻ അതിന് പൗഡർ പോലെ ഇട്ടെടുക്കാത്ത ആളാണ്. പക്ഷെ ഇന്നിപ്പോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? നമുക്ക് മേക്കപ്പ് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇടാം അല്ലേ? മോയ്സ്ചറൈസർ ഇടുമ്പോ എന്തിനാ നമ്മള് നീലു? എന്തിനാണ് മോയ്സ്ചറൈസർ ഇടുന്നത്? സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. എന്താണ്? സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിരിക്കും. അതന്നെ, ഷപ്പിളായി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാം. കറക്റ്റ്. ഇനി നമുക്ക് പൗഡർ ഇടാം. കറക്ക്. ഇതിപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നൊന്നും ഇതിൽ വല്ലാണ്ട് വിസിബിൾ അല്ല. ഞാൻ ആദ്യം കുറച്ച് പൗഡർ എടുത്ത് ഇങ്ങനെ ഒരു ചെവീൻ്റെയും ഒരു ഫേസിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തു. പെയിൻ്റ് ഒന്നും ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ഇപ്പോൾ ഈ ചെയ്യുന്ന സാധനങ്ങളും അത്ര നല്ലതല്ല. പക്ഷെ അവൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൗഡറേ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ അവന് ഇതുവരെ പൗഡറൊന്നും അങ്ങനെ യൂസ് ചെയ്തില്ല. പിന്നെ ജനിച്ചതിന് ശേഷം 28 കഴിഞ്ഞ ശേഷം അതായത് ഇപ്പോൾ ഏതൊരമ്മയ്ക്ക് അച്ഛനും ഉണ്ടാവില്ല പുരിക എഴുതി കണ്ണെഴുതിയിട്ടൊക്കെ ഒന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ അതൊരു മെമ്മറിക്ക് വേണ്ടി അങ്ങനെ കണ്ണും പുരികൊക്കെ എഴുതിയൊരു 2 ദിവസം ചെയ്തു ഞാൻ. അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചു. പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരുങ്ങി. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കണ്ണും പുരികൊന്നും എഴുതി കൊടുത്തിട്ടില്ല ഇതുവരെ. പൗഡർ ഇട്ട് കൊടുക്കല്ലോ, ഒന്നും ഇട്ട് കൊടുക്കില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രം. അവനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് തരും കേട്ടോ. നഖം വെട്ടാനായിക്കോട്ടെ, മുടി വെട്ടാനായിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു വാശിയില്ല. പ്രത്യേകിച്ച് വലിയ വാശിയുള്ള കൂട്ടത്തിലൊന്നും അല്ല. അവൻ്റെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അവൻ പറയുന്നത് നമ്മളും ചില കാര്യം അവൻ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവൻ്റെ ഭാഷ നമുക്ക് ചില സമയത്ത് തിരിയില്ല. ആ സമയത്തൊക്കെ അവന് ഭയങ്കര ഇറിറ്റേഷൻ ആവും. അത് നമ്മളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ദേഷ്യം വരും. അപ്പം നമ്മൾ ചിലപ്പോൾ മടങ്ങി തനിക്കണം എടുക്കും. ചിലപ്പോൾ അടിക്കുക, കുത്ത, പിച്ച അതൊക്കെ ഉണ്ടാവും. ഒരു സന്തോഷം അറിയും മേക്കപ്പ് ചെയ്യണേന്. നമ്മുടെ ലാമിയോങ്കറില്ലേ, ലിയോപാഡ് മേക്കപ്പ് ലുക്ക് ചെയ്തല്ലോ. ആ സമയത്ത് എന്നോട് പലരും ചോദിച്ചു ഇങ്ങനെ അവൻ ഇങ്ങനെ നിന്ന് ചില കുട്ടികൾ കണ്ണും പൊരിക്കാൻ പോലെ എഴുതാൻ നിൽക്കില്ല. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ നിന്ന് തരുന്ന ഒരാളാണ്. അവന് വലിയ വിഷയമേ അല്ല, അതൊന്നും ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാൻ പല ടൈമിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ മേക്കപ്പ് ചെയ്യാൻ ആനുവൽ ഡേക്ക് ആയിക്കോട്ടെ എല്ലാത്തിനും പോകുന്ന ഒരാളാണ്. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവനിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളൊന്നാമത് ഈ മേക്കപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡിലും കൂടിയാണ്. അപ്പോൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സെറ്റായിട്ട് ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരു പാരൻസ് എന്ന നിലയിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു കാര്യത്തിലൊക്കെ അവൻ നല്ല ഇതാട്ടോ. കണ്ണ് വെട്ടാതിരിക്കട്ടെ, അമ്മേൻ്റെ കണ്ണെന്നെ അമ്മേൻ്റെ കുട്ടിക്ക് തട്ടും.
അപ്പം അങ്ങനെ നല്ല നല്ല എല്ലാ കാര്യത്തിലും ഇങ്ങനെ നിന്നേനും. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ചടപ്പ് വരുമല്ലോ കുറേ നേരം ഇങ്ങനെ നടക്കുമ്പോൾ. അപ്പോൾ നീക്കും അവൻ്റെ കളികളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ. അതൊന്നും വലിയ മൈൻഡ് ഉണ്ടാവില്ല. ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. പൂച്ച മ്യാവ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മേനെ വിളിച്ചിട്ട് അമ്മമ്മ പൂച്ച എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇതിൻ്റെ ഒറിജിനൽ വോയിസോടെ തന്നെ നമുക്ക് കേൾക്കാം കേട്ടോ. അതാണ് അതിൻ്റെ രസം എന്ന് എനിക്ക് തോന്നുന്നു. അവൻ്റെ ആ ക്യൂട്ടായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതായിരിക്കും രസം തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഒറിജിനൽ വോയിസിൽ കേൾക്കാം. അത്ര ടൈമൊന്നുമില്ല. ഒരു കുഞ്ഞ് വീഡിയോ, നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ള പ്ലാനും പോലും ഇല്ല. അവന് വേണ്ടിയിട്ടൊരു മേക്കപ്പ് ചെയ്യാം. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു വീഡിയോ എടുത്ത് വെച്ചോ എന്നുള്ളത്. എനിക്ക് തോന്നി ശരിയാണ്, എടുക്കാം, നമുക്കൊരു മെമ്മറിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും വലിയ തെറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ എടുക്കുകയാണ് ഇപ്പോൾ അത്. പത്തന്നെ പൂച്ചയില്ലേ നീലൂട്ടൻ? കിടക്ക്. കിടക്ക്. ഞാൻ പെട്ടു. അതാണ് ജാങ്കോ. ജാങ്കോ വിളിച്ചതാണ്. എന്താ ജാങ്കോ? ഓ ഞാൻ പെട്ടു. കിടക്ക്. അതിൻ്റെ ഇടയിൽ മൂപ്പരാൾ നൈസായിട്ട് എൻ്റെ ട്രോളൊക്കെ ചെയ്തു കേട്ടോ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടോ എന്നുള്ള പോലെ ജാങ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണ്ടായിരുന്നു. എന്ത് ഉദ്ദേശത്തില്ലാത്തതൊന്നും അറിയില്ല, വെറുതെ വായത് വീണ് പോയതായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ കേട്ടപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് അതായിട്ട് റിലേറ്റ് ആയി ചിരി വന്നു. അപ്പോൾ സംഭവം ശരിയാണ്, ചില സമയത്ത് ആളങ്ങനെയാണ്, നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടൽ വർത്താനൊക്കെയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു ഷോ ഓഫൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കാണണം, നല്ല രസമാണ്. കടക്ക് കടക്ക്. പൂച്ചനെ കാണി എന്തൊരു സുന്ദരി പൂച്ചയുടെ പത്. ജാങ്കോ ഞാൻ പെട്ടു. പെട്ടു പറയും. ശരിക്കും കിടക്കുണ്ണി കിടക്ക്. ആ അമ്മമ്മ കാര്യങ്ങൾ വാവുകയാണ്. ശരിക്ക് കിടക്ക്. വീണു വീണു. ചാർജ് പോണതിന് മുന്നേ വേട്ടോ, അപ്പൊ നിക്കൂ ചാർജ്. കണ്ണടിയിൽ നീലൂട്ടന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പൂച്ചക്കുട്ടിയുടെ മ്യാവ് പറ. ഇത്രക്ക് വേണ്ട, നീച്ച് നിക്ക്. ആ നീച്ച് നിക്കോ, നീച്ച് നിക്ക്. എന്നിട്ട് ഇങ്ങനെ മ്യാവ് ഇങ്ങനെ പറഞ്ഞില്ലു. നോക്ക് നോക്ക്, അമ്മേനെ നോക്ക്. മ്യാവ് അങ്ങനെ. ആ ഇനി പറ മ്യാവ്. എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്.
ഐ പൂച്ചക്കുട്ടി നല്ല സുന്ദരിക്കുട്ടീനായിരിക്കുന്നു. കണ്ടില്ലേ? നായയോ? ഇനി നായനെ വേണോ? നായനെ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പോരെ, ഇപ്പൊ പൂച്ചേനെ പോരെ? ഇനി 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നായനെ മേക്കപ്പ് ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഓക്കെ നീലു, ഓക്കെ. ഈ നീലുവിന് കണ്ണാടിയിൽ നീലൂട്ടിന്റെ ഫേസ് കാണിച്ചു കൊടുക്കാണ്. ഇവിടുത്തെ കണ്ണാടിയിൽ ഇഷ്ടയോ? ഇഷ്ടയോ? നീലുട്ട ഇഷ്ടായോ? നല്ല രസമുണ്ടോ? രസമുണ്ടോ? സൂപ്പറാണോ? സൂപ്പറാ ആണോ? നീലൂട്ടിന് നല്ല ഇഷ്ടായില്ലേ നീലുട്ട? അപ്പൊ ഓക്കെ, ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ എന്താ ചെയ്യേണ്ടത്, എന്റെ ആനിമലിന് മേക്കപ്പാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതുപോലെ ചെയ്യാം അല്ലേ നീലു? അല്ലേ? അതുപോലെ ഞങ്ങൾ ചെയ്യാം. അതുവരെ ടാറ്റ ബൈ ബൈ പറ.